കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു, ഞാൻ വീണ്ടും വട്ടിയൂർക്കാവ് കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു. 2 തവണ വട്ടിയൂർക്കാവിൽ നിന്ന് ജയിച്ച MLA കെ മുരളീധരൻ, കെ കരുണാകരൻ്റെ മകൻ, മികച്ച MLA എന്ന പെരുമ നേടിയ ആൾ. പക്ഷേ 2019 ആ MLA സ്ഥാനം ഇട്ടെറിഞ്ഞിട്ട് വടകരയിൽ പോയി മത്സരിച്ച് ജയിച്ചു, പാർലമെന്റിലേക്ക് പോയി. അവിടെ ഉപതെരഞ്ഞെടുപ്പ് 2019 നടന്നു. അവിടെ ചില ആൾക്കാർ വന്നവിടെ കൈയടക്കി കഴിഞ്ഞത് ഇനിയിപ്പം മുരളീധരൻ പറഞ്ഞിട്ട് കാര്യമില്ല. VK പ്രശാന്ത് മികച്ച ഭൂരിപക്ഷത്തിന് ആ മണ്ഡലം പിടിച്ചെടുത്തു ഉപതെരഞ്ഞെടുപ്പിലൂടെ. പിന്നാലെ 21 അസംബ്ലി ഇലക്ഷൻ, പൊതു ഇലക്ഷൻ വന്നപ്പോഴും VK പ്രശാന്തിന്റെ ഭൂരിപക്ഷം അദ്ദേഹം വർദ്ധിപ്പിച്ചു. മികച്ച MLA എന്ന പേര് ഉണ്ടാക്കിയ കെ മുരളീധരനേക്കാൾ മികച്ച MLA എന്ന നിലയിൽ VK പ്രശാന്ത്, മുൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ, അവിടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. വട്ടിയൂർക്കാവ് UDFനും കോൺഗ്രസിനും കൈവിട്ടു പോയി എന്ന കാര്യം മുരളീധരൻ ദയവായി മനസ്സിലാക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, മുരളീധരൻ ഇനി വട്ടിയൂർക്കാവിലേക്ക് വരേണ്ടതില്ല എന്നാണ്. അതൊരു സന്ദേശമാണ്. വടകര ഉപേക്ഷിച്ചിട്ട് തൃശ്ശൂർ വന്ന് മത്സരിച്ച് മൂന്നാം സ്ഥാനക്കാരനായി. ഇനി വട്ടിയൂർക്കാവിൽ അടുത്ത ഇലക്ഷനിൽ മത്സരിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിച്ചിട്ടില്ല എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. തീരുമാനിച്ചാലും ഇല്ലെങ്കിലും ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വട്ടിയൂർക്കാവ് കൈവിട്ടു പോയി എന്ന് കെ മുരളീധരൻ ദയവായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ മികച്ച MLA ആയാലും ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ നിങ്ങളെക്കാൾ മികച്ച ഒരു MLA ഇപ്പം അവിടെയുണ്ട്. അദ്ദേഹം വട്ടിയൂർക്കാവ് നഗരത്തിലും പട്ടണത്തിലും ആ മണ്ഡലത്തിലും ചെയ്യുന്ന വികസന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതിനേക്കാൾ 10 മടങ്ങ് കാര്യങ്ങളാണ്. അത് കണ്ട് മനസ്സിലാക്കാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കേണ്ടത്. ഇപ്പം കഴിഞ്ഞ ഈ ഇലക്ഷൻ 2 ഇലക്ഷൻ നോക്കുക. ബൈ ഇലക്ഷൻ 2021 VK പ്രശാന്തിന്റെ ഭൂരിപക്ഷം 21,515 വോട്ടാണ്. വട്ടിയൂർക്കാവിലുള്ളൊരു UDF മണ്ഡലത്തിൽ CPIMന്റെ മേയർ ബ്രോ എന്നറിയപ്പെട്ട VK പ്രശാന്ത് നേടിയ ഭൂരിപക്ഷം 21,515 വോട്ടാണ്. 2ാം സ്ഥാനത്ത് വന്നത് BJP ആണ്, കോൺഗ്രസ് അല്ല. 2ാം സ്ഥാനത്ത് വന്ന കഴിഞ്ഞ ഇലക്ഷനിൽ VV രാജേഷ് BJP നേതാവിന് കിട്ടിയത് 30,596 വോട്ട്. വീണ S നായർ കോൺഗ്രസ് സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്താണ് പോയത്. 35,455 വോട്ടേ കിട്ടിയത്. ഇനി 2019 ബൈ ഇലക്ഷൻ നോക്കുക. അത് പെരുന്നേന്ന് പോപ്പിറങ്ങിയിട്ട് ഡോക്ടർ K മോഹൻകുമാറിന് അനുകൂലമായിട്ട് നായർ ഭൂരിപക്ഷ മണ്ഡലമാണ്, ഞങ്ങളിപ്പോൾ ഇറക്കി മറിക്കും, കരയോഗങ്ങൾ രംഗത്തിറങ്ങി വോട്ട് ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് UDFനെ ജയിപ്പിക്കാൻ പെരുന്നയിലെ പോപ്പിറങ്ങിയ സുകുമാരൻ നായർ ഇറങ്ങിയ കാര്യം അറിയാമല്ല. കരയോഗങ്ങളെല്ലാം രംഗത്തിറങ്ങി വോട്ട് പിടിച്ചിട്ട് ആ ബൈ ഇലക്ഷനിൽ മുരളി രാജിവെച്ച് പോയപ്പോൾ VK പ്രശാന്ത് ജയിച്ചത് 14,465 വോട്ടിനാണ്. K മോഹൻകുമാർ 2ാമത് വന്നത് 40,365 വോട്ട്. VK പ്രശാന്തിന് 54,830 വോട്ട്. S സുരേഷ് BJP നേതാവ് 3ാമത് വന്നു, 24,451 വോട്ട്. അപ്പോൾ ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനിൽ BJP 2ാമതെത്തി. മുമ്പ് കോൺഗ്രസ് 2ാമത് വന്നു, മോഹൻകുമാർ. അപ്പൊ ഇപ്പൊ BJPക്ക് ഇവിടെ സ്വാധീനമുള്ള ഒരു മണ്ഡലമായിട്ട് വട്ടിയൂർക്കാവ് മാറി. പിന്നെ LDFനും CPMനും കൃത്യമായ മേധാവിത്വമുള്ള മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. അപ്പോൾ വട്ടിയൂർക്കാവിലേക്ക് ഇനി ഇപ്പോൾ കെ മുരളീധരൻ വരേണ്ട പ്രത്യേക കാര്യമൊന്നും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഉദിക്കുന്നില്ല. തിരുവനന്തപുരത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് ഉദിക്കുന്നില്ല. വട്ടിയൂർക്കാവിന്റെ വികസനത്തെ സംബന്ധിച്ച് ഉദിക്കുന്നില്ല. അവിടെ ഇനിയിപ്പോൾ ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കെ മുരളീധരൻ അങ്ങോട്ട് എഴുന്നള്ളേണ്ട ഒരു കാര്യങ്ങളും ഇല്ല എന്നാണ് ഞങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പിന്നെ കെ മുരളീധരൻ വേണമെങ്കിൽ ഷാഫി പറമ്പിൽ രാജിവെച്ച ഒഴിവിൽ പാലക്കാട്ട് മത്സരിക്കുക. പക്ഷെ റിസ്ക് ഉണ്ട്. അവിടെ BJP 2ാമതാണ്, LDF 3ാമതാണ്. പാലക്കാടും അത്ര സുരക്ഷിതമല്ലെന്നും കെ മുരളീധരന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് വട്ടിയൂർക്കാവിലേക്ക് ചേക്കേറാൻ തീരുമാനിച്ചതെന്ന് നമുക്ക് മനസ്സിലാവും. വരികൾക്കിടയിലൂടെ വായിച്ചാൽ മതി. പാലക്കാട് എന്ന സ്ഥിതി 3 തവണ ജയിച്ച 2011, 2016, 2021 ജയിച്ച ഷാഫി പറമ്പിൽ ഇപ്പൊ വടകര MP ആയി MLA സ്ഥാനം രാജിവെക്കുന്നു. അവിടെ BJP ശക്തമായ സാന്നിധ്യമുള്ള മണ്ഡലമാണ്. അവിടെ ഷാഫി ജയിച്ചെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് പാലക്കാട്ട് ശ്രീധരൻ, മെട്രോമാൻ ശ്രീധരൻ, BJP ശ്രീധരനെ വെറും 3,859 വോട്ടിനാണ് ഷാഫി പറമ്പിൽ തോൽപ്പിച്ചത്. വെറും 3,859 വോട്ട്.
LDF-ന്റെ CPM-ലെ CP പ്രമോദ് 3-ാം സ്ഥാനത്തായി പോയി. 36,000 വോട്ടേ കിട്ടിയുള്ളൂ. ഈ ശ്രീധരൻ 50,220 വോട്ടും ജയിച്ച ഷാഫിക്ക് 54,079 വോട്ട് കിട്ടി. മനസ്സിലായോ? ഇനി 2016 ഷാഫി ആരെയെ തോൽപ്പിച്ചത്? രണ്ടാമതൊന്ന് ശോഭാ സുരേന്ദ്രനാണ്, BJP-യുടെ വോട്ട് കാച്ചർ. ശോഭാ സുരേന്ദ്രൻ അന്ന് നന്നായിട്ട് വോട്ട് പിടിച്ചു. അതിനുമുള്ള ഇലക്ഷനിൽ 19% വോട്ട് കിട്ടിയ BJP ശോഭാ സുരേന്ദ്രനിലൂടെ അത് വോട്ട് വിഹിതം 29% വർദ്ധിപ്പിച്ചു. അതാണ് ഈ ശ്രീധരൻ 35% വർദ്ധിപ്പിച്ചത്. BJP രണ്ടാമത് കഴിഞ്ഞ ഇലക്ഷന് വരുന്നത്. അപ്പോൾ മുരളീധരൻ അറിയാം, മുരളീധരൻ അറിയാം, പാലക്കാട് നോട്ട് എ ഷുവർ സീറ്റ്. ഷാഫി 3 തവണ ജയിച്ചെങ്കിലും പാലക്കാട് ഒരു ഷുവർ സീറ്റ് അല്ല. അവിടെ ഒരുപക്ഷെ ഈ കോൺഗ്രസിന്റെ നയം കൊണ്ട് ഒരു BJP MLA വീണ്ടും പാലക്കാട്ടൊന്നും ജയിച്ചു വന്നാൽ അത്ഭുതപ്പെടാനില്ല. ഓരോ രാജഗോപാലിന് ശേഷം കോൺഗ്രസ് ആണ് കേരളത്തിൽ BJP-യെ വളർത്തുന്നത് എന്ന് ഞങ്ങൾ പലകുറി പറയുന്നുണ്ട്. തൃശ്ശൂർ എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണക്ക് പറഞ്ഞു. ഇവിടെ BJP വളർത്തുന്നത് കോൺഗ്രസ് ആണ്. പാലക്കാട്ട് അതിനുള്ള കളമൊരുക്കി കൊടുത്തു കഴിഞ്ഞു ഷാഫി പറമ്പിലിനെ വടകരെ കൊണ്ട് നിർത്തിയിട്ട്. അപ്പൊ മുരളീധരൻ അതറിയാം. ഇനിയിപ്പോ വട്ടിയൂർക്കാവ് വന്നിട്ട് എന്ത് ചെയ്യാനാണ്? LDF-ന്റെ വോട്ട് ബാങ്കിൽ ചോർച്ചയൊന്നുമില്ല. ഞങ്ങളതിന്റെ കണക്കുകൾ സഹിതം ഞങ്ങൾ ബോധ്യപ്പെടുത്തിയതാണ് കഴിഞ്ഞ വീഡിയോകളിൽ. ചോർച്ച എവിടെ വന്നു? BJP-ക്ക് വോട്ട് പോയത് കോൺഗ്രസിൽ നിന്നാണ്. അത് കോൺഗ്രസ് തിരിച്ചറിയണം, പാലക്കാട്ട് ഉൾപ്പെടെ. അപ്പൊ ഇനി വട്ടിയൂർക്കാവിലേക്ക് വരേണ്ടതുണ്ടോ മുരളീധര എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്.